അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ റാൻഡം വേരിയബിളിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഈ ഒരു മൊഡ്യൂളിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ് പറയാൻ പോകുന്നത്. മൾട്ടിപ്പിൾ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിളിനെ കുറിച്ചാണ്. അപ്പൊ അതിൽ തന്നെ ഡിസ്ക്രീറ്റ് 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾസ് എന്താണെന്ന് ആദ്യം പറയാം. അപ്പൊ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് എന്താ പറയുന്നത്? സപ്പോസ് എക്സ് ആൻഡ് വൈ ആർ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്, then the PMF is P of x equal P of xy equal to P of x equal to x and y equal to y. അതായത് എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ഇതുവരെ എഴുതി എങ്ങനെയായിരുന്നു? ഇതുവരെ നമ്മൾ എഴുതിയത് പി ഓഫ് എക്സ് എന്നുള്ള ഫോർമാറ്റിലായിരുന്നു എഴുതിയത്, അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഫോർമാറ്റിലായിരുന്നു എഴുതിയത്. പക്ഷെ ഇനി അങ്ങനെയല്ല നമ്മൾ എഴുതുക, രണ്ടാളെ വെച്ചിട്ടാണ് എഴുതുക. അതായത് പി ഓഫ് എക്സ് കോമ വൈ. ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ ഈക്വൽ ടു വൈ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. അപ്പൊ എന്താ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ? പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ ഈക്വൽ ടു വൈ. ക്ലിയർ ആണോ? അപ്പൊ ഇനി നമുക്ക് ജോയിന്റ് മാസ് ഫംഗ്ഷൻ, ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, അതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ. ഇനി അതിന്റെ നെക്സ്റ്റ് രണ്ട് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. പ്രോപ്പർട്ടീസ് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് തന്നെയാണ്. ഓക്കെ. ഇപ്പൊ നോക്കിയേ ഇവിടെ നമുക്കറിയാം പ്രോബബിലിറ്റി വേരി ചെയ്യുന്നത് 0 to 1 വരെയാണ് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്താണ് പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ന്റെയും 1ന്റെയും ഇടയിലാണ് ലൈ ചെയ്യുന്നത്. ഇതിന് നമുക്ക് പറയുന്ന കണ്ടീഷന്റെ പേരാണ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ. ഓക്കെ, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് സമ്മേഷൻ പി എം എഫ്. സമ്മേഷൻ പി എം എഫ് അല്ലെങ്കിൽ സമ്മേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെന്ത് പറയാം? സമ്മേഷൻ പി എം എഫ് ഈക്വൽ ടു 1. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഈ പി എം എഫിന് പകരം നമുക്ക് അറിയാം, ഇവിടുത്തെ പി എം എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? പി ഓഫ് എക്സ് വൈ. അപ്പൊ പി ഓഫ് എക്സ് വൈന്റെ സമ്മേഷൻ 1 ആണ്. ഇതിനെ പറയുന്ന പേരാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. ഓക്കെ. മെയിൻ ആയിട്ട് നമ്മൾ ഈ കണ്ടീഷൻ യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു? അതായത് ഇപ്പോ ചില ക്വസ്റ്റ്യനിലൊക്കെ ഫൈൻഡ് കെ അല്ലെങ്കിൽ ഫൈൻഡ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യനിലാണെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ജോയിൻ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ആദ്യം ഞാൻ എല്ലാത്തിന്റെയും ഈ ഇക്വേഷൻസും കാര്യങ്ങളും എന്താണ് പറയാൻ, അതിനുശേഷം നമുക്ക് പ്രോബ്ലം ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നേ വൺ വേരിയബിളിൽ നമ്മൾ എന്തായിരുന്നു? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നായിരുന്നു എഴുതിയത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പൊ അതേ സെയിം വേ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ രണ്ടാൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കോമ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരികയാണെങ്കിൽ അത് ക്യുമുലേറ്റീവ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്. ഇനി ഈ ജോയിന്റ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. സെയിം ആയിട്ടുള്ള ഫസ്റ്റ് കണ്ടീഷൻ സെയിം ആണ്. അതായത് 0ന്റെയും 1ന്റെയും ഇടയിലാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ലൈ ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു കണ്ടീഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റിയും എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി വൈ എഫ് ഓഫ് എക്സ് മൈനസ് ഇൻഫിനിറ്റി, ഇതിന്റെ ഒക്കെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക പി ക്യാപിറ്റൽ എക്സ് ഓഫ് സ്മോൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് എഴുതാം? പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എക്സ് ഓഫ് മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ ആണ് കണ്ടുപിടിക്കുന്നെങ്കിൽ നമ്മൾ സമ്മേഷൻ ചെയ്യേണ്ടത് വൈന്റെ ടേമിലാണ്. അതായത് സമ്മേഷൻ വൈ ഇൻറ്റു പി ഓഫ് എക്സ് വൈ. ഇനി മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ ചോദിച്ചു കഴിഞ്ഞാലോ, അല്ലെ മാർജിനൽ പി എം എഫ് ഓഫ് വൈ ചോദിച്ചു കഴിഞ്ഞാലോ ഇങ്ങനെയായിരുന്നു ഡിനോട്ട് ചെയ്യുക? പി ക്യാപിറ്റൽ വൈ ഓഫ് സ്മോൾ വൈ, അല്ലെങ്കിൽ പി ഓഫ് ക്യാപിറ്റൽ വൈ ഈക്വൽ ടു സ്മോൾ വൈ. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു? വൈന്റെ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആരില്ല സമ്മേഷൻ ചെയ്യേണ്ടേ? എക്സില്. എക്സ് ഇൻറ്റു അതായത് സമ്മേഷൻ പി ഓഫ് എക്സ് വൈ ആണ്. അത് ഇൻ ടേംസ് ഓഫ് എക്സിലാണോ, എക്സ് ആണ് നമ്മളവിടെ വേരി ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്.
If the two random variables x and y are said to be independent, if for all xy, p of xy equal to px of x into py of y. അപ്പൊ നോക്കിയേ ഇവിടെ രണ്ട് റാൻഡം വേരിയബിൾ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയണമെങ്കിൽ പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഇവിടുത്തെ പി എം എഫ് അല്ലെ? പി എം എഫ് ആർക്ക് ഈക്വൽ ആയിരിക്കണം? പി എക്സ് ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞാൽ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് ഇൻറ്റു മാർജിനൽ പി എം എഫ് ഓഫ് വൈ, അല്ലെങ്കിൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഇൻറ്റു മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഈ പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് കോമ വൈ ഈക്വൽ ടു വൈ. അതാർക്ക് ഈക്വൽ ആയിരിക്കണം? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു പി ഓഫ് വൈ ഈക്വൽ ടു വൈ. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സ്പെക്ടേഷൻ ഇൻവോൾവിംഗ് ടു റാൻഡം വേരിയബിൾസ്. ഇപ്പൊ എക്സ്പെക്ടേഷൻ ഇൻവോൾവിംഗ് ടു റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിംഗിൾ വേരിയബിളില് സമേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് അല്ലേ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് വൈ കണ്ടുപിടിക്കാനാണെങ്കിലോ സമേഷൻ വൈ ഇൻറ്റു പി ഓഫ് എക്സ് അല്ലേ. ഇനി അതേപോലെ തന്നെ ഇവിടെ എന്തായിരുന്നു നമ്മൾ വേറൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു? വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മായ്ക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ടു വേരിയബിൾസിന്റെ എക്സ്പെക്ടേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. അപ്പൊ ടു വേരിയബിൾസിന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? രണ്ട് സമേഷൻ വരും അല്ലെ, കാരണം എന്താ, എക്സും വൈയും ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എക്സിലും ചെയ്യണം സമേഷൻ, വൈയിലും ചെയ്യണം. അതിനുശേഷം എക്സ് വൈന്റെ എക്സ്പെക്ടേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ നമ്മൾ എക്സ് വൈ ഇൻറ്റു പി ഓഫ് എക്സ് വൈ എന്ന് എഴുതി. ഇനി ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ. സമേഷൻ എക്സ് ഇൻറ്റു, ഇനി എക്സ് വരുന്നതൊക്കെ ഒരുമിച്ച് എഴുതാം. അപ്പൊ സമേഷൻ എക്സ് ഇൻറ്റു പി എക്സ് ഓഫ് എക്സ്, അതായത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ വരുന്നത്, ഇൻറ്റു സമേഷൻ വൈ ഇൻറ്റു പി വൈ ഓഫ് വൈ അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ സമേഷൻ എക്സ് ഇൻറ്റു പി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. സമേഷൻ വൈ ഇൻറ്റു പി വൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ചെയ്താൽ മതി. ഈ ഒരു നോട്ടായിട്ടാണ് എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടി ആണ് പറയുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി വൈ. എ എക്സ് പ്ലസ് ബി വൈന്റെ എക്സ്പെക്ടേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ. ഓക്കെ ആണോ? ഇനി ഈ ഒരു ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ഇക്വേഷൻസും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് പ്രോബ്ലംസ് എന്ത് ചെയ്യും നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു.